പെട്ടെന്ന് എൻ്റെ അപ്പൂട്ടൻ വിളിച്ച് പറഞ്ഞു, ഉണ്ണിമോളെ വേഗം റെഡി ആയിക്കോ, ബേബിയോട് റെഡി ആവാൻ പറഞ്ഞു, സിനിമയ്ക്ക് പോകാമെന്ന്. എല്ലാവരും ഇപ്പോൾ എമ്പുരാൻ്റെ പിറകെ ആണല്ലോ ഫിലിം കാണാൻ പോവുക. അപ്പോൾ ഞങ്ങളും പോകാമെന്ന് വെച്ചു. കുറേ ആയി ഞങ്ങൾ തിയേറ്ററിൽ പോയിട്ട് സിനിമ കണ്ടിട്ട്. അപ്പോൾ പട്ടാമ്പി അലക്സിക്കാണ് പോണത്. പട്ടാമ്പി തന്നെ ഒരുപാട് തിയേറ്റർ ഉണ്ടല്ലോ. അപ്പോൾ അലക്സിക്ക് പോകാമെന്ന് വിചാരിച്ചു. അധികം തിരക്കും കാര്യങ്ങളൊന്നുമില്ല. കാരണം കുറേ ദിവസമായാലും എമ്പുരാൻ ഇറങ്ങിയിട്ട് തിരക്കൊക്കെ കുറഞ്ഞു വന്നു. വേഗം ഞങ്ങൾ പോയപ്പോഴേക്കും എമ്പുരാൻ ഷോ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ എഴുതിക്കാട്ടിലൊക്കെ ആയിരുന്നു, ഡയറക്റ്റഡ് ബൈ പൃഥ്വിരാജ് സുകുമാരൻ എന്നൊക്കെ എഴുതി കാട്ടുമ്പോഴേക്കും ഞങ്ങൾ അവിടെ എത്തി കേട്ടോ. കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആദ്യത്തെ ആ ഭാഗങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് കുറച്ച് ഇത് തോന്നിയിട്ട്, എനിക്ക് ഈ വെട്ടും കുത്തും ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഇതാവും, കണ്ണൊക്കെ പൊത്തും ഞാൻ. അപ്പോൾ അതാ ഇവിടേക്കാണ് ഞങ്ങൾ പോയത്. ബാക്കിയുള്ളതൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. നല്ല അഭിനയമായിരുന്നു. മോഹൻലാലിൻ്റെ ആയാലും പൃഥ്വിരാജിൻ്റെ ആയാലും അഭിനയിച്ച എല്ലാവരും നീതി പുലർത്തിയിട്ടുണ്ട്. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടമല്ല, ഓരോ സിനിമ ഇഷ്ടപ്പെടില്ലേ എന്നൊക്കെ ഇതാവാട്ടോ. വേദിട്ട് ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല, ഉറങ്ങുമായിരുന്നു. 12:30ക്കാണ് സിനിമ കഴിഞ്ഞത്. 12:30 അല്ല, 12:45 സിനിമ കഴിഞ്ഞത്. പിന്നെ പോപ്കോണും ഐസ്ക്രീമും ഒക്കെ വാങ്ങിയിട്ട് ഇൻ്റർവെല്ലിന് അധികം തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് സുഖമായി കാണാൻ പറ്റി. പിന്നെ അത് ആ സിനിമ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. പിന്നെ പൃഥ്വിരാജ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പെട്ടെന്ന് എണീറ്റ് പോകേണ്ടത് സിനിമ കഴിഞ്ഞാന്ന് കേട്ടോ. അപ്പോൾ ഞങ്ങളിത് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് ഞാൻ അതൊക്കെ വായിച്ചിട്ടൊക്കെ കേട്ടിട്ട് പോയത്. അപ്പോൾ അവൾ ടൈം കാട്ടുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ കുഴപ്പമില്ല എന്ന് തോന്നി സിനിമ. പിന്നെ വലിയ ഇതൊന്നും വെച്ചിട്ടല്ല ഞാൻ പോയത്, റിവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ കുഴപ്പമില്ലെന്ന് തോന്നി, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾ വേഗം വീട്ടിലേക്ക് പോയി കേട്ടോ. കാരണം 1:15 1:30 വീട്ടിലെത്താൻ. അപ്പോഴേക്കും വേദിട്ടൻ ഒരു വിധമായിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ.